സ്വന്തം ഭർത്താവിനെ 7 വർഷം പൂട്ടിയിട്ട് പീഡിപ്പിച്ച നിങ്ങൾക്ക് ഇത് പറയാൻ എന്ത് യോഗ്യതയുള്ളത്? നന്ദേട്ടന്റെ ജീവിതം നിങ്ങൾ തകർത്തു. ഇനിയും ഞങ്ങളുടെ ജീവിതം കൂടി തകർക്കാനുള്ള പുറപ്പാടിലാണെങ്കിൽ അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി. വെച്ചിട്ട് പൊയ്ക്കോ അവിടുന്ന്. അവളുടെ ഒരു വിശ്വാസം. നീ നോക്കിക്കോ, നിന്റെ ഈ വിശ്വാസം ഞാൻ ഒരു ദിവസം തകർത്ത് തരിപ്പണമാക്കും. സച്ചേട്ടനെ കുറിച്ച് കുറ്റം പറയാൻ വന്നിരിക്കുന്നു. ഇവരെ പോലെ 1000 പേര് വിചാരിച്ചാലും എന്നെ സച്ചേട്ടനെ തമ്മിൽ തെറ്റിക്കാൻ കഴിയില്ലെന്ന് ഇവർക്കറിയില്ലല്ലോ. അവളൊരു സാവിത്രി. സച്ചി പുണ്യാളനാണെന്ന് അവൾ എന്നോട് വെല്ലുവിളിക്കുന്നു. അവന്റെ കൂടെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടെന്ന് പറഞ്ഞിട്ടും അവക്ക് വിശ്വാസം അവനെയാ. അവന്തിയേക്ക് ഇനിയും അർച്ചനയെയും സച്ചിയെയും മനസ്സിലായില്ലേ? അവരെ തമ്മിൽ തെറ്റിക്കാൻ നല്ലതുപോലെ ബുദ്ധിമുട്ടേണ്ടി വരും. അത്ര എളുപ്പത്തിലൊന്നും അത് നടക്കില്ല. അവൾ ഇപ്പൊ വിശ്വസിക്കണ്ട. തെളിവുകൾ ഓരോന്നായി ഞാൻ അവളുടെ മുന്നിൽ നിരത്തും. അന്ന് അവൾ വിശ്വസിക്കും. ശരിക്കും അവന്തിയെ പറഞ്ഞത് സത്യമാണോ? സച്ചിയുടെ കൂടെയുള്ള പെണ്ണും സച്ചിയും തമ്മിൽ പ്രേമമാണെന്ന് അവന്തിയേക്ക് ഉറച്ച വിശ്വാസമുണ്ടോ? എനിക്കുറപ്പുണ്ട്. അവൻ അവളെ ചതിക്കുക. അവര് തമ്മിൽ അത്രയ്ക്ക് അടുത്തിടപഴകുന്നത് ഞാൻ കണ്ടതല്ലേ. ഞാൻ തന്നെ അത് ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോഴേക്കെന്റെ മൊബൈൽ ഓഫായി പോയി. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ അതിന്റെ തെളിവ് ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തേനെ. ഇക്കാര്യത്തിൽ ഇനി ചെയ്യേണ്ടത് മൂർത്തിയാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൾ ആരാണ്, എന്താണ് അവര് തമ്മിലുള്ള ബന്ധം, അതൊക്കെ കണ്ടെത്തണം. അതിനൊരു വഴിയേ ഉള്ളൂ. സച്ചിയെ മൂർത്തി ഫോളോ ചെയ്യണം. അത് ഞാൻ ഏറ്റു. അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തണം. സച്ചി ആ വീട്ടിൽ വരുന്നുണ്ടോ, പുറത്തു വെച്ച് കാണുന്നുണ്ടോ, അതെല്ലാം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാം. അവനെതിരെയുള്ള എല്ലാ തെളിവുകളും നമുക്കുണ്ടാക്കാം. ഇനി അങ്ങോട്ടുള്ള സച്ചിയുടെ ദിവസങ്ങളെല്ലാം മൂർത്തിയുടെ കൺമുന്നിൽ തന്നെ ആയിരിക്കണം. അവന്റെ ഓരോ പ്രവൃത്തികൾക്കും യാത്രകൾക്കും പിന്നാലെ മൂർത്തി ഉണ്ടാവണം. എന്ന് പറഞ്ഞാ സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ അവന്റെ പിന്നാലെ ഞാൻ ഉണ്ടാവണം എന്നല്ലേ? ഉണ്ടാവും. അവൻ പോകുന്നിടത്തെല്ലാം എന്റെ ഈ 2 കണ്ണുകളും അവന്റെ പിന്നാലെ ഉണ്ടാവും. ഇതൊരു ഗോൾഡൻ ചാൻസാ. ഇതുപയോഗിച്ച് അർച്ചനയും സച്ചിയും തമ്മിൽ തെറ്റിക്കണം. ഹലോ, എന്താ വക്കീലെ? ഓ ആണോ? കൗൺസിലിംഗ്. ഓക്കെ, ആ ഡീറ്റെയിൽസ് എനിക്ക്. ശരി. വക്കീൽ എന്തിനാ വിളിച്ചത്? ഡിവോഴ്സ് കേസിന്റെ നടപടികൾ കോടതിയിൽ തുടങ്ങാൻ പോവാ. കൗൺസിലിംഗ് അടുത്ത ദിവസം ഉണ്ടാവുന്ന വക്കീൽ വിളിച്ചു പറഞ്ഞത്. ഡിവോഴ്സ് കേസ് അവർ പിൻവലിക്കില്ല അല്ലേ? ഹേ, ഒരിക്കലുമില്ല. പക്ഷേ ഒരിക്കലും ഡിവോഴ്സിന് ഞാൻ സമ്മതിക്കില്ല. കോടതിയിൽ അയാൾ കാണാൻ പോകുന്നത് അവന്തികയുടെ മറ്റൊരു മുഖമായിരിക്കും.